നമസ്കാരം. പാഠം 4ലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ MS സ്വാഗത. എന്താണ് ഇത്രയും മെലിഞ്ഞു പോയത്? ഇങ്ങനെ തടി വെച്ച് എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങനെയുള്ള ഒരു ചോദ്യമെങ്കിലും അഭിമുഖീകരിക്കാത്തവർ നമ്മുടെ സമൂഹത്തിൽ വിരളമാണ്. നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സമൂഹം നമ്മളെ അളക്കേണ്ട കാര്യമുണ്ടോ? കാഴ്ചപ്പാടുകൾ മാറ്റേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? ഇന്നത്തെ പാഠം 4ൽ നാം ചർച്ച ചെയ്യുന്നത് ബോഡി ഷേമിങ്ങും മാനസിക സംഘർഷവും എന്ന വിഷയമാണ്. ഏവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ആറ്റിങ്ങൽ ക്രൈസ്റ്റ് നഗർ സെൻട്രൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അക്ഷയ പിള്ള, തിരുവനന്തപുരം SMV സ്കൂളിലെ ഹെഡ് മിസ്ട്രസ്സായ റാണി വിദ്യാധര, കൂടാതെ സൈക്കോളജിസ്റ്റായ റാണി രജനി എന്നിവരാണ്. ഏവർക്കും സ്വാഗതം. അക്ഷയ, നമ്മൾ നമ്മുടെ സ്കൂളുകളിൽ സ്ഥിരം വിറ്റ്നസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത്. ഒരു കുട്ടി തടിച്ചതാണ് അല്ലെങ്കിൽ കറുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ. അക്ഷയയുടെ അനുഭവത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു സംഭവം, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബോഡി ഷേമിംഗ് ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ മറ്റൊരു കുട്ടി ഇത് ഫേസ് ചെയ്യുന്നത് കാണേണ്ടി വന്നിട്ടുണ്ടോ? നമ്മുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ്, ബോഡി സ്ട്രക്ചർ, ഇതൊക്കെ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇറ്റ്സ് ഗോഡ് ഗിഫ്റ്റഡ്. അപ്പോൾ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത സംതിങ് ദാറ്റ് വി കനോട്ട് കൺട്രോൾ, അതിനെക്കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുക, കമൻസ് പാസ് ചെയ്യുക, അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഇത് ചിലപ്പം കമൻസ് പാസ് ചെയ്യുന്ന ഒരാൾക്ക് ഈസി ആയിരിക്കും, പക്ഷേ ഒരു കുട്ടി അല്ലെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന ആ ഒരാൾക്ക് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു അതൊരു ഹൈ എക്സ്റ്റെൻറ്റിലേക്കാണ്. പേഴ്സണലി എനിക്കിങ്ങനത്തെ എക്സ്പീരിയൻസസ് കുറവാണ്. പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ അഥവാ വരുന്നെങ്കിൽ ഞാൻ അതിനെ കാര്യമാക്കുന്നതല്ല. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ പിയേഴ്സ്, അവർക്ക് ഒരുപാട് പേരിൽ ഞാൻ കണ്ടിട്ടുണ്ട് ദേ ആർ എ വിക്ടിം ഓഫ് ബോഡി ഷേമിങ്. ആ ഒരു സിറ്റുവേഷനിൽ മേ ബി അവർക്ക് ഏറ്റവും അടുത്തായിട്ടുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ, മേ ബി എനിബഡി അവരോട് ഇങ്ങനെ ഒരു കമൻറ്റ്, ഇങ്ങനെ ഒരു നെഗറ്റിവിറ്റി അവരോട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ അവരെ അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യുന്നു, അത് സംതിങ് ദാറ്റ് ഐ കനോട്ട് എക്സ്പ്ലെയിൻ. ഇറ്റ് ടേക്സ് എ നെഗറ്റീവ് ടോൾ ഓൺ ദം. അതിനെ പിന്നെ അവർ റിക്കവർ ചെയ്ത് വരിക, അതിൽ നിന്ന് അവർ റീഹാബായി വരിക, അത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ ദം. ശരിയാണ്. പലപ്പോഴും അധ്യാപകരിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് ബോഡി ഷേമിംഗ് അനുഭവിക്കേണ്ടി വരാറുണ്ട്. അത് ഒരുപക്ഷെ അധ്യാപകൻ ഒരു ദേഷ്യത്തോടെ പറയുന്നതായിരിക്കില്ല, ഒരു കളിയാക്കൽ മനോഭാവത്തോടു കൂടി പറയുന്നതായിരിക്കാം. എനിക്ക് റാണി ടീച്ചറിനോടാണ് ചോദിക്കാനുള്ള, ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് അധ്യാപകർ തന്നെ കുട്ടികളെ ഇങ്ങനെ മാനസികമായിട്ട് ഈ ബോഡി ഷേമിംഗ് ഇങ്ങനെ നടത്തുമ്പോൾ എങ്ങനെയാണ് അധ്യാപിക എന്ന നിലയ്ക്ക് പ്രതികരിക്കുക? യഥാർത്ഥത്തില് സ്കൂളിൽ നിന്ന് അല്ല തുടങ്ങുന്നത്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ തന്നെ അവന് അല്ലെങ്കിൽ അവൾക്ക് ബോഡി ഷേമിങ് പറയുന്നുണ്ട്. അവരുടെ വീടുകളിൽ നിന്ന് തന്നെ ആൺകുട്ടിയാണ് അല്ലെങ്കിൽ പെൺകുട്ടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നീട് അത് സ്കൂളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് അതിൻ്റെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡാൻസ് പ്രോഗ്രാമിന് ചിലപ്പോൾ കുറച്ചുകൂടി ഒരു കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടിയെ സെലക്ട് ചെയ്തെന്നിരിക്കാം. അത് പക്ഷേ അവരോട് തുറന്ന് അങ്ങനെ പറയത്തില്ല, അതിന് കഴിവുണ്ട് അല്ലെങ്കിൽ ഈ കുട്ടി കുറച്ചുകൂടി കഴിവ് കൂടിയതാണ് എന്നുള്ള രൂപത്തിലെ അധ്യാപകർ പെരുമാറാറുള്ളൂ. അല്ലാതെ ഒരു പൊതു വേദിയിൽ വെച്ച് അധ്യാപകർ കുട്ടികളെ കളിയാക്കാറില്ല. അങ്ങനെ കളിയാക്കിയും കൂടാ എന്നുള്ളത് എല്ലാ അധ്യാപകർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ഒരു ക്ലാസ് റൂമിൽ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് പല കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബോഡി ഷേമിംഗ് വരുമ്പോൾ അതിനെ ഇടപെടാൻ ടീച്ചേഴ്സ് സഹായിക്കാറുണ്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അപ്പോൾ ഇടപെടാറുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ടീച്ചർ, അത് എല്ലാ കാര്യത്തിലും അതുപോലെയാണെന്ന് ഉള്ള ഒരു അഭിപ്രായം എനിക്കില്ല. പലപ്പോഴും ക്ലാസ്സുകളിൽ അധ്യാപകർ വന്നിട്ട് അവർ ദേഷ്യത്തോടെ ഒന്നും ആയിരിക്കില്ല പറയുന്നത്, ഇത്രയും തടിയില്ലേ, ആ ഒരു രീതിയിലുള്ള ചില കമൻസ് പറയാറുണ്ട്. അത് ഒരു അധ്യാപിക എന്ന നിലയ്ക്ക് മാഡം വിറ്റ്നസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ്? എല്ലാം തികഞ്ഞതായിട്ട് ഒരു കുട്ടിയോ ഒരാളുവോ ഇല്ല എന്നുള്ള കാര്യം ആദ്യമേ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. പിന്നീട് എപ്പോഴായാലും നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർക്ക് കുറെ ഉപദേശങ്ങളും കുറെ കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ള. ഒരു ആക്ഷേപിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കളിയാക്കുന്ന ആൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരിക്കത്തില്ല. അവരോടൊപ്പം ചിരിക്കുവാനും കുറെ പേരുണ്ടാവും. പക്ഷേ ഏത് കുട്ടിക്കാണോ കളിയാക്കൽ നേരിടേണ്ടി വരുന്നത്, ആ കുട്ടികളുടെ മാനസികാവസ്ഥ അത് നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ടത് തന്നെയാണ്.
അപ്പോൾ ആ ഒരു രൂപത്തിൽ മാത്രമേ ടീച്ചേഴ്സ് ഇടപെടാറുള്ളൂ. ആ കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ, പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും, ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും പഠിപ്പിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പിന്നീട് പഠിക്കാനും വിമുഖത. അതുകൊണ്ട് ഏത് കാര്യത്തിനും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ കുട്ടികൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കേണ്ടത് ടീച്ചേഴ്സാണ്. അപ്പൊ ടീച്ചേഴ്സ് തന്നെ ആദ്യമേ കളിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ വേറെ എവിടെയെന്നാ കുട്ടികൾക്ക് കൂടുതൽ ആരെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ടീച്ചേഴ്സ് തന്നെ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട നല്ല നല്ല മാർഗങ്ങളുണ്ട്. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഓരോരോ കാര്യങ്ങളുണ്ടാവും. പിന്നീട് എല്ലാവരും ആദ്യം സ്നേഹിക്കേണ്ടത് അവരവരെ തന്നെയാണ്. അവരവർക്ക് യുണീക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു പോയിന്റാണ് ടീച്ചർ അത് പറഞ്ഞത്. സെൽഫ് ലവ് നമുക്ക് വേണം എന്നുള്ള ഒരു അഭിപ്രായമാണ് ടീച്ചർ പങ്കുവെച്ചത്. സൈക്കോളജിസ്റ്റായ റാണി മാഡം, ഈ കളിയാക്കലുകൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നവർ പലപ്പോഴും, പ്രത്യേകിച്ചും കുട്ടികൾ, അവർ 2 തരത്തിലാണ് പെരുമാറുക എന്ന് ഞാൻ ഒരിടത്ത് വായിച്ചു. ചിലർ വളരെ റിബല്യസ് ആയിട്ട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കയ്യടി നേടാൻ ശ്രമിക്കും. അല്ലെങ്കിൽ മറ്റു ചിലരാണെങ്കിൽ വളരെ ആത്മവിശ്വാസം ഇല്ലാതെ ഭയങ്കരമായിട്ട് മാനസികമായി തകർന്ന് ഇരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 2 തരക്കാരാണോ ഉള്ളത്? ഈ ശരിയാണോ? ഇതിൽ നമ്മൾ കൂടുതൽ കാണുന്നത് ഈ 2ാം തരക്കാരാണ്. ഈ പറഞ്ഞതിൽ 2ാമത്തെ കാറ്റഗറിയിലുള്ളത്. കൂടുതലും വിഹളം വായിച്ച് നടക്കുന്ന കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അവരെയൊക്കെ എത്ര കളിയാക്കിയാലും അവരൊന്നും അത് വലിയ കാര്യമായിട്ട് മാനസികമായിട്ട് അവരെ ഉള്ളിലേക്കൊന്നും അവർ എടുക്കാറില്ല. അതേ സമയത്ത് കളിയാക്കുന്നത് കൊണ്ട് നമ്മുടെ മാനസികമായിട്ടുള്ള പ്രശ്നം വരുന്ന സമയത്ത് കുട്ടികൾ എന്താണ് ചെയ്യുന്നത്? ഒറ്റയ്ക്കിരിക്കാനും കൂട്ടുകാരുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് അവരുടേതായ ലോകത്തേക്ക് ജീവിക്കാനായിട്ടുള്ള പ്രവണത കണ്ടുവരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ സ്കൂൾ കുട്ടികളൊക്കെ കൗൺസിലിങ്ങിന് വരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നല്ല ഡാൻസ് കളിക്കാനൊക്കെ നല്ല സ്കില്ലുള്ള കുട്ടിയായിരിക്കും. പക്ഷെ വെളുപ്പ് നിറമില്ലാത്തത് കൊണ്ട് ഈ കുട്ടിയെ ഡാൻസിലേക്ക്, അല്ലെങ്കിൽ ഡാൻസ് സ്റ്റേജിലാണെങ്കിൽ പോലും മുൻപിൽ നിർത്താൻ പല സ്കൂളിലും അധ്യാപകർ തയ്യാറാവാറില്ല. അപ്പം കുറച്ചു കൂട്ടർ ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ചു കൂട്ടർ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ഈ വെളുപ്പാണ് അല്ലാത്തിന്റെ അടിസ്ഥാനമൊന്നും, വെളുത്ത കുട്ടികളാണ് മുൻപോട്ട് വരേണ്ടതെന്നൊക്കെ ഉള്ള കാഴ്ചപ്പാടൊക്കെ കുറച്ചു പേര് ഇപ്പോഴും വച്ചു പുലർത്തുന്നുണ്ട്. പക്ഷെ അത് ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞതിൽ 2ാം മനോഭാവം എന്ന് വെച്ചാൽ മറ്റു കുട്ടികൾ ചെറുതായിട്ട് ദേഷ്യം കാണിക്കുന്നേ ഉള്ളൂ. ആദ്യ കൂട്ടര് കളിയാക്കല് കിട്ടിക്കഴിഞ്ഞാൽ അവര് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അങ്ങനെ 2ാമത്തെ കൂട്ടുകാരെ നല്ല രീതിയിൽ തന്നെ മാനസികമായിട്ട് ഇത് ബാധിച്ച് ചികിത്സ എടുക്കേണ്ട അവസ്ഥ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അക്ഷയ, പലപ്പോഴും നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാണ് ബോഡി ഷേമിങ് നേരിടേണ്ടി വരാറുള്ളത്. പക്ഷെ ഒരിക്കലും അവർ ഒരു ദേഷ്യത്തോടെയോ നമ്മളെ വിഷമിപ്പിക്കണം എന്നുള്ള ഒരു കാര്യത്തോടെ ആയിരിക്കില്ല അത് ചെയ്യുന്നത്. അവരറിയാതെ തന്നെ ഒരു കളിയാക്കുന്ന സമയത്തായിരിക്കും ഇത് സംഭവിച്ചു പോകുന്നത്. അത് നമ്മളെ പലപ്പോഴും മാനസികമായി വളരെ തളർത്താറുമുണ്ട്. ഇതെന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അക്ഷയക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഇതിപ്പോ നമ്മൾ കളി എന്ന രീതിയിലാണെന്ന് പറയുന്നത് വെച്ചോ, അതിപ്പോ റിസീവ് ചെയ്യുന്ന ആ ആളെ അനുസരിച്ചിരിക്കും. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദം. അയാൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നോ അതോ കളിയായിട്ട് തന്നെ എടുക്കുന്നോ അത് നമുക്ക് പറയാൻ പറ്റൂല. ശരിയാണ്. അപ്പം ഒരു ജനറൽ കമന്റ് ആയിട്ട് നമ്മളൊരു കളി എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു, അത് ആ ഒരു റിസീവ് ചെയ്യുന്ന ആളിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യും, എത്രത്തോളം നെഗറ്റീവ് ടോൾ എടുക്കാൻ പറ്റും, അത് നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം മാക്സിമം ഇതുപോലത്തെ ഒരു കമന്റ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓരോരുത്തരും ഓരോ മാനസികാവസ്ഥയിലായിരിക്കും ഓരോ സമയം ഇരിക്കുന്നത്. അപ്പോൾ വന്ന് കളിയാക്കുമ്പോഴാണ് പലപ്പോഴും അത് ആഴത്തിൽ മുറിയേൽപ്പിക്കുന്നത്. അങ്ങനെയല്ലേ? അതാണ്. ശരിയാണ് മാം. ഇപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെയും അതുപോലെ തന്നെ മാഡം മുമ്പ് പറഞ്ഞ പോലെയും റാണി മാഡത്തോടാണ് ചോദിക്കുന്നത്. നമ്മൾ പലപ്പോഴും സ്നേഹത്തോടെ പറയുന്നതായിരിക്കും, നമ്മൾ തന്നെ അറിയില്ല നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്കൊരു ബോഡി ഷേമിങ് എന്നുള്ളൊരു തരത്തിലേക്ക് അത് വരുമെന്നുള്ളത്. അത് നമുക്ക് എങ്ങനെ മറ്റുള്ളവരെ ബോഡി ഷേമിങ് ചെയ്യാതിരിക്കാം, അറിയാതെ പോലും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ നോവിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം, ആ രീതിയിലാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. നമ്മളൊക്കെ വൈകുന്നേരങ്ങളിൽ വയ്ക്കുന്ന കോമഡി പരിപാടികൾ, ആ കോമഡി എന്നുള്ള ഒരു കാര്യം മാറ്റി വെച്ചാൽ അതിൽ മൊത്തം നമ്മൾ കാണുന്നത് എന്താണ്? ബോഡി ഷേമിങ് അല്ലേ? ശരിയാണ്. അത് ആണോ? അല്ലേ? ആണ്. അപ്പൊ ഇങ്ങനെ ഉള്ള ഒരു ചുറ്റുപാടിൽ നിന്നാണ് കുട്ടികൾ മുന്നോട്ട് വരുന്നത്, അല്ലേ?
അപ്പം ആരംഭിക്കേണ്ടത് ഇങ്ങനെയുള്ളത് ഇത് മാനസികമായിട്ട് മറ്റൊരാളുടെ വിഷമിപ്പിക്കും എന്ന് മനസ്സിലാക്കി തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? സ്വന്തം വീട്ടിൽ നിന്നാണ്. സ്വന്തം വീടെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് വീടുകൾ കൂടുന്ന ഒരു സമൂഹമുണ്ട്. അപ്പൊ ഒരു പല്ല് പൊങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ട അവള് പല്ല് പൊങ്ങി നിൽക്കുന്നതിനെ മാത്രം കണക്കാക്കിക്കൊണ്ട് നമ്മൾ കോമഡി പറയും. കുട്ടികൾക്ക് ഇത് കാണുകയാണ് വീട്ടിലിരുന്ന് എല്ലാവരും ചിരിക്കുന്നതും പറയുന്നതും ഒക്കെ. അപ്പൊ കുട്ടികളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്തായിരിക്കും? ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, മറ്റാർക്കും ഇതൊന്നും ഫീൽ ചെയ്യില്ല എന്നാണ്. അപ്പം ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഒരു കുട്ടിക്കാലം തൊട്ടേ തന്നെ മറ്റൊരാളെ കളിയാക്കാനുള്ള പ്രവണത കണ്ടു തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിലുള്ള മുതിർന്നവർ പറയണം, നമുക്കും കുറവുകളുണ്ട്, അവൾക്ക് അവളുടേതായ കുറവുകളുണ്ട്. ആ കുറവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവളുടെ പ്ലസ് മാത്രം നിങ്ങൾ പറയാൻ ശീലിക്കുക. നമ്മൾ മറ്റൊരാളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമല്ലേ നമ്മുടെ മനസ്സിലും സന്തോഷവും സമാധാനവും ഉണ്ടാവുള്ളൂ. ഈ കാര്യങ്ങൾ കുട്ടിക്കാലം തൊട്ടേ അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ശരിയാണ്. മറ്റുള്ളവരെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കുക. അവരെ ഒരിക്കലും മുറിവേൽപ്പിക്കാൻ, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ ശ്രമിക്കാതിരിക്കുക. അത് കുട്ടിക്കാലം മുതൽ തന്നെ വളർത്തേണ്ട ഒരു ശീലമാണ്. വീട് കഴിഞ്ഞാൽ സെക്കൻഡ് ഹോം എന്ന് പറയുന്ന ഒരു സ്ഥലമാണല്ലോ സ്കൂൾ എന്നത്. ഒരു ഹെഡ് മിസ്ട്രസ് എന്ന നിലയ്ക്ക് എനിക്ക് റാണി ടീച്ചറിനോട് ചോദിക്കാനുള്ളത്, സ്കൂളുകളിൽ എങ്ങനെ കുട്ടികൾ ഈ പരസ്പരം ഈ ബോഡി ഷേമിങ് ചെയ്യുന്നത് എങ്ങനെ മാറ്റാൻ കഴിയും? രണ്ട് രൂപത്തിലാണ് എന്ന് പറഞ്ഞു. ചില പിള്ളേർ പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കും, അപ്പോഴവിടെ അടിയാവും. അപ്പോഴായിരിക്കാം മിക്കവാറും കേസുകളായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴെന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ചോദിക്കുമ്പോഴാണ് കളിയാക്കിയതാണ്, ഇന്ന രൂപത്തിൽ കളിയാക്കി, അതിന്റെ ഒരു പ്രതികരണമാണ് എന്നറിയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടേതായിട്ടുള്ള ഈ കളിയാക്കിയ ആളിനുള്ള നെഗറ്റീവുകളും അവന്റെ പോസിറ്റീവുകളും, അതുപോലെ കളിയാക്കലേറ്റവന്റെ പോസിറ്റീവുകളും നെഗറ്റീവുകളും എഴുതാൻ പറയും. തിരിച്ചും എഴുതാൻ ഞാൻ പറയാറുണ്ട്. ആദ്യം അവർക്കുള്ള പോസിറ്റീവുകൾ എന്താണ് എന്നുള്ളതും എഴുതാൻ പറയും. അപ്പോൾ കുട്ടികൾക്ക് തന്നെ മനസ്സിലാവും എത്രമാത്രം പോസിറ്റീവുകളാണുള്ളതെന്നും എത്രമാത്രം നെഗറ്റീവുകളും ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ മറ്റൊരു കുട്ടിയെ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ കൂട്ടുകാരന്റെ പോസിറ്റീവും കൂടി തിരിച്ചറിയാൻ കഴിയുമ്പോൾ ഈ കുട്ടിക്ക് അത് ഒരിക്കലും പിന്നീട് ആവർത്തിക്കാൻ പറ്റത്തില്ല. കൂടാതെ നമ്മുടെ സ്കൂളുകളിൽ ഇപ്പൊ CWSN കുട്ടികളുണ്ട്, ഞങ്ങളുടെ സ്കൂളുകളിലെ ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളും ധാരാളമുണ്ട്. അപ്പോൾ അവരെ ഒന്നും ഈ കുട്ടികൾ കളിയാക്കുന്നില്ല. അപ്പോൾ ഇതല്ല, ബാക്കി ഒരു പ്രശ്നവും ഇല്ലാതെ വരുന്ന കുട്ടികളെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുക. അപ്പോൾ ഇവർക്ക് ഒത്തിരി വിവരമുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്ലൈൻഡ് കുട്ടിയെയൊക്കെയാണല്ലോ കൂടുതൽ കളിയാക്കിയത്. അപ്പോൾ അവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ബഹുമാനവും പരസ്പര ബഹുമാനവും ഉണ്ടാക്കുക. എല്ലാവർക്കും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് എന്നുള്ള കാര്യം അവരെ മനസ്സിലാക്കിപ്പിക്കുക. ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. ഇതൊക്കെയാണ് ഒരു ടീച്ചർ എന്നുള്ള രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇന്ന് ഈ പാഠം 4-ൽ ബോഡി ഷേമിംഗ് എന്നുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തികച്ചും പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കണം എന്ന് തോന്നുന്ന ഒരു വിഷയമാണ് നമ്മുടെ മാധ്യമങ്ങളിൽ തന്നെ ഉള്ള മാട്രിമോണിയൽ പേജുകൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ പെൺകുട്ടിയെ പറ്റിയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വെളുത്തിട്ടാണ് അല്ലെങ്കിൽ ഇരുണ്ട നിറമാണ് എന്നിങ്ങനെയൊക്കെ എഴുതി വെച്ച് ഉള്ള വാചകങ്ങൾ കാണാം. ഒരു പത്രം വായിക്കുന്ന കുട്ടിയുടെ കണ്ണിൽ ഇതൊരിക്കലും പെടാതിരിക്കില്ല. ഒരു പേജിൽ ബോഡി ഷേമിങ്ങിനെതിരെ പറയുമ്പോൾ തന്നെ മറ്റൊരു പേജിൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ കാണുന്നത് നമ്മൾ യുവതലമുറയെ തികച്ചും നെഗറ്റീവായിട്ട് സ്വാധീനിക്കില്ലേ? നമ്മളിത് മാറ്റേണ്ട ഒരു കാര്യമല്ലേ? എന്താണ് അക്ഷയുടെ അഭിപ്രായം? നമ്മൾ വളരുന്ന ഈ ചുറ്റുപാടുകളിൽ എന്തൊക്കെ നടക്കുന്നു, അതാണ് ഒരു കുട്ടി എസ്പെഷ്യലി ടീനേജ് ഇയേഴ്സിൽ ഈ ഒരു ഗ്രോത്ത് ഫേസിൽ അവർ സൊസൈറ്റിയിൽ എന്താണ് കാണുന്നത്, അതാണ് അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഈ സൊസൈറ്റി പുട്ട് ഫോർവേഡ് ചെയ്യുന്ന ഒരുപാട് അൺറിയലിസ്റ്റിക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ്, ഇവരിതെല്ലാം കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഒരു ചിന്തയുണ്ടാവും, എനിക്കിതിൽ പെടണം, ഐ ഹാവ് ടു ഫിറ്റ് ഇൻ ദിസ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന പല ഇൻസെക്യൂരിറ്റീസ്, മെൻ്റൽ ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആദ്യം നമ്മൾ മാറ്റിവെക്കേണ്ടത് തന്നെ ഈ സൊസൈറ്റി കൊണ്ടുവരുന്ന ഈ പലതരം സ്റ്റാൻഡേർഡ്സ്, നമ്മൾ ആരാണ് ബ്യൂട്ടിഫുൾ, ആ ഒരു ഡെഫിനിഷൻ, അതാണ് നമ്മൾ ആദ്യം മാറ്റിവെക്കേണ്ടത്. മെയിൻലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാളുടെ മൈൻഡ് സെറ്റ്, തോട്ട് പ്രോസസ്, അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി, അതാണ് അവർ ഡിഫൈൻ ചെയ്യുന്നത്. നോട്ട് ലുക്സ്, അവരെങ്ങനെ ഇരിക്കുന്നു, അവരുടെ ലെങ്ത്, അവരുടെ ബ്യൂട്ടി, അതൊന്നും അല്ല.
മെയിൻ, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ തോട്ട് പ്രോസസ്സിങ്, ഇതൊക്കെയാണ് നമ്മൾ ആദ്യമേ ഒരാളെ കാണുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെക്കേണ്ടത് തന്നെ ഈ സൊസൈറ്റിയുടെ ആവശ്യമില്ലാത്ത അൺനെസസറി ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സാണ്. ശരിയാണ്. നമ്മുടെ സമൂഹത്തിന് ഒരുപാട് തെറ്റായ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്. തികച്ചും ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വമാണ് ഏറ്റവും വലുത്, അല്ലാതെ ബാഹ്യ സൗന്ദര്യമല്ല എന്നാണ് അക്ഷയ പറഞ്ഞു വെക്കുന്നത്. റാണി മാഡം, നമ്മുടെ മുമ്പ് പറഞ്ഞു വരുന്നു, എൻ്റർടൈൻമെൻറ്റ് ചാനലുകളിൽ പ്രത്യേകിച്ചും കോമഡി ഷോകളിലൊക്കെ പലപ്പോഴും ബോഡി ഷേമിങ് വളരെ പച്ചയായിട്ട് തന്നെ നടക്കുന്നുണ്ട് എന്ന് ഞാനും അത് സമ്മതിച്ചു തന്നിരുന്നു. അപ്പോൾ ഇത് കൂടാതെ തന്നെ നമ്മൾ പരസ്യങ്ങളിലും മറ്റും ഇന്ന ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെലിയാം അല്ലെങ്കിൽ കൂടുതൽ സൗന്ദര്യം ഉണ്ടാക്കാം എന്നുള്ള തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത് ഒരു തെറ്റായ രീതിയിൽ കുട്ടികളിൽ സൗന്ദര്യബോധം വളർത്തുകയല്ലേ ചെയ്യുക? ഇതും സമൂഹത്തിൽ മാറ്റേണ്ട ഒരു കാര്യമല്ലേ? എന്താണ് റാണി മാഡത്തിന്റെ അഭിപ്രായം? ഈ മാർക്കറ്റിംഗ് മേഖലയെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനോ ഒന്നും സാധ്യമല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പരസ്യങ്ങളിൽ, ഈ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള പരസ്യങ്ങളിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ ഈ അടുത്ത സമയത്ത് കണ്ടുവരുന്നുണ്ട്. കറുപ്പിനും നല്ല ഭംഗിയാണെന്നും വണ്ണമുള്ളവർക്ക് വേണ്ടിയുള്ള പ്രത്യേകിച്ചുള്ള ബ്യൂട്ടി ഷോസ് എല്ലാം നമ്മളിപ്പം കാണാറുണ്ട്, കേൾക്കാറുമുണ്ട്. ഈവൻ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ മോഡൽസ്, വണ്ണമുള്ളവരെ വെച്ചിട്ടുള്ള മോഡൽസ്, കഷണ്ടി തല വലിയ ഭംഗിയുണ്ട് എന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റ്, ഇതൊക്കെ മാറി വരുന്നുണ്ട്. ചിന്താഗതികളും ഒക്കെ മാറി വരുന്നുണ്ട്. അത് നമുക്ക് ഭാവിയിലേക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് ഒറ്റ നിമിഷം കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളൊന്നും മാറില്ല. കാര്യം ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. നമ്മുടെ ഈ ബിസിനസ്സിനെയൊക്കെ നമ്മൾ കുറച്ചുപേര് വിചാരിച്ചാൽ ഒന്നും മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. കുട്ടിക്കാലം തൊട്ട് കുട്ടികൾക്കൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുക. ഇതൊന്നും അല്ല, നിങ്ങളുടേതായ വ്യക്തിത്വവും നിങ്ങൾ മറ്റൊരാളെ അടുത്ത് പെരുമാറുന്നതുമൊക്കെയാണ് നിങ്ങളുടെ സൗന്ദര്യം എന്നുള്ളത് കാഴ്ചപ്പാട് ഒരു കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ തന്നെ വലിയൊരു മാറ്റമായിരിക്കും നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. ശരിയാണ് മാഡം. റാണി ടീച്ചർ, ഒരു കുട്ടി ടീച്ചറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഒരു ബോഡി ഷേമിംഗ് അനുഭവം നേരിട്ടു എന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ടീച്ചറിന് എന്തായിരിക്കും ചെയ്യാൻ കഴിയുക? ആ കുട്ടിയെ എന്തായിരിക്കും പറഞ്ഞ് മനസ്സിലാക്കുക? ആദ്യമായിട്ട് തന്നെ ആ കുട്ടിയോട് ആരാണ് പറഞ്ഞത് എന്നുള്ള കാര്യവും അവനിലുള്ള ആ കുട്ടിയിലുള്ള പ്രത്യേകതകളും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. യഥാർത്ഥത്തിൽ ഒരു ബോഡി ഷേമിംഗ് ചെയ്യുന്ന ആൾക്കായിരിക്കും ആ കിട്ടുന്ന കുട്ടിയേക്കാൾ ഒത്തിരി ഡിഫക്റ്റ് ഉള്ള ഒരാൾ മാത്രമേ മറ്റൊരാളിനെ കളിയാക്കത്തുള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ആദ്യം പോസിറ്റീവുകളും നെഗറ്റീവുകളും എഴുതുമ്പോൾ ഈ കളിയാക്കിയവനായിരിക്കാം ഒത്തിരി നെഗറ്റീവുകൾ വരുന്നത്, തിരിച്ചും എഴുതിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ മനസ്സിലാവും കളിയാക്കുന്നവർക്കാണ് ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളവരാണ് മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടി എപ്പോഴും നിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കും. പിന്നീട് ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. നമുക്കൊരു ജീവിത ലക്ഷ്യമുണ്ട്. ആ ജീവിത ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള പ്രതിസന്ധികൾ വരും. ആ പ്രതിസന്ധികളെല്ലാം മറികടക്കുമ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറുന്നത്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ അതിന് എങ്ങനെ നല്ല രൂപത്തിൽ തരണം ചെയ്തു പോകാം എന്നുള്ളതാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത്. പിന്നീട് മറ്റൊരു കാര്യം നമുക്കറിയാം, മിസ് വേൾഡ് ആയാലും മിസ് ഇന്ത്യ ആയാലും എല്ലാം സൗന്ദര്യം മാത്രമല്ലല്ലോ നോക്കുന്നത്. നമ്മുടെ കറുത്തവർഗക്കാർക്ക് എത്രയോ പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളെല്ലാം കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാല് കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു മെന്റൽ സ്ട്രെയിനിലേക്ക് പോകത്തില്ല. പിന്നീട് നേരത്തെ ചോദിച്ചതുപോലെ സ്വാഗത ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് കളിയാക്കുന്ന കാര്യം. അപ്പോൾ ടീച്ചേഴ്സ് ചിലപ്പോൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കും പറയുന്നത്. ആ സ്നേഹത്തോടെ ആണോ അല്ലയോ എന്നും കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ടോൺ അതനുസരിച്ച് കുട്ടിയെ കളിയാക്കുകയാണോ അവനെ സ്നേഹിക്കുകയാണോ എന്നും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നാണ് റാണി ടീച്ചർ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അക്ഷയ, നമുക്ക് ഇങ്ങനെയുള്ള കളിയാക്കലുകൾ സ്വയം എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? നമുക്ക് എന്ത് കാഴ്ചപ്പാടുകളാണ് നമുക്ക് സ്വയം സ്വീകരിക്കാൻ കഴിയുക? പ്രത്യേകിച്ചും പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇടുമ്പോൾ പോലും വളരെ മോശമായ രീതിയിലുള്ള കമൻറ്റുകൾ വരാറുണ്ട്. അത് നമ്മൾ മാത്രമല്ല, സെലിബ്രിറ്റീസും അത് അനുഭവിക്കാറുണ്ട്. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ പക്ഷഭേദം ഇല്ലാതെ തന്നെ ഇപ്പോൾ ഒരു കുട്ടി ഒരു നെഗറ്റീവ് കമൻറ്റ് അല്ലെങ്കിൽ ബോഡി ഷേമിങ്ങിൻ്റെ ഒരു വിക്റ്റിം ആണെന്ന് വെച്ചോ,
ആ ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ഇഫ് ദാറ്റ് പേഴ്സൺ അവർക്ക് നല്ലൊരു സ്ട്രോങ് സ്റ്റെഡ് ഫാസ്റ്റ് മൈൻഡാണ്, അതായത് ഇതൊന്നും എന്നെ എഫക്റ്റ് ചെയ്യുന്നതല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള പേഴ്സണാലിറ്റി ഉണ്ട്, ബാക്കിയുള്ളവർ പറയുന്നതൊന്നും ഞാൻ കാര്യമാക്കാൻ പോകുന്നില്ല എന്നാണ് ആ കുട്ടിയുടെ വിചാരമെങ്കിൽ അയാൾ സക്സസ്ഫുൾ ആയി. ആ ബോഡി ഷേപ്പിങ്ങിനെതിരെ അയാൾ കാര്യമാക്കുന്നില്ല. പക്ഷെ മിക്ക കുട്ടികൾക്കും ഇത് ഒരു വലിയ പ്രോബ്ലം ആവുന്നുണ്ട്. മെൻ്റൽ ഡിസോർഡേഴ്സ് ഇങ്ങനെ ഒരുപാട് അവരുടെ സെൽഫ് എസ്റ്റീമിനെ ബ്ലോക്ക് ചെയ്യുന്നു, പിന്നെ സെൽഫ് കോൺഫിഡൻസ് ലൂസ് ആവുന്നു, ഓപ്പർച്യൂണിറ്റീസിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ഫ്രണ്ട്സ് ആവാം, നമ്മുടെ ടീച്ചേഴ്സ് ആവാം, പാരൻസ് തന്നെ ആയിക്കോട്ടെ, നമ്മൾ അവരോട് ഈ കാര്യം പങ്കുവെക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് നമ്മളെ ഇമോഷണലി സ്ട്രോങ് ആക്കാൻ ഏറെ സഹായിക്കും. അതിപ്പോൾ ആരോടാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു പ്രോബ്ലം ആണെന്ന് വെച്ചാൽ നമ്മളിതിനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈറ്റ് വെയ്റ്റഡ്നെസ് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അത് ഇറ്റ് മേക്സ് എസ് ഫീൽ ഗുഡ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു പ്രോബ്ലം നമുക്കത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. നമ്മളിങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി, നമ്മളൊരാളോട് നമ്മൾ പറയുന്നു, അപ്പോൾ അയാൾ നമുക്ക് തരുന്ന സപ്പോർട്ട് നമ്മളെ എങ്ങനെയാണ് സ്ട്രോങ് ആയിട്ട് അതിനെതിരെ നിൽക്കാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ അതൊരു സൊല്യൂഷനാണ്, നമ്മളിതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണിത്. ശരിയാണ്. പലപ്പോഴും നമ്മുടെ വിഷമങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാരം വളരെ വലിയ തോതിൽ കുറയുമെന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട്. കൈവിട്ട വാക്കും കൈവിട്ട വാളും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് നമ്മുടെ ഓരോ വാക്കും മറ്റുള്ളവരുടെ മനസ്സിനെ നോവിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വാക്കുകളുടെ മുന ഒടിക്കുന്നതിലും പരിഹാസത്തിൻ്റെ മുന ഒടിക്കുന്നതിലും എളുപ്പമാണ് നമ്മളെ തന്നെ സ്നേഹിച്ച് സ്വയം സ്നേഹത്തിൻ്റെ സംരക്ഷണ കവചം തീർക്കുക എന്നുള്ളത്. നമുക്ക് സെൽഫ് ലവ് ഈസ് ദ ബെസ്റ്റ് ലവ് എന്ന ഒരു ആശയം പങ്കുവെച്ചുകൊണ്ട് ആരോട് സംസാരിക്കുമ്പോഴും ആ സംഭാഷണം വളരെ പോസിറ്റീവായി ആരംഭിച്ചാലോ എന്നുള്ള ഒരു ആശയം പങ്കുവെച്ചുകൊണ്ടും പാഠം 4-ന്റെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുമ്പോൾ ഈ ചർച്ചയിൽ തങ്ങളുടെ വിലയേറിയ സമയം പങ്കുവെച്ച അക്ഷയ, റാണി വിദ്യാധര മാഡം, അതുപോലെ തന്നെ റാണി രജനി മാഡം, ഇവർക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.